സമയം 12:57 ഊണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങി. നല്ല കാറ്റാണ് ഇവിടെ ഇന്ന് കഴിഞ്ഞത്. ഞങ്ങളുടെ കൂടെ വന്ന കാറുകാർ അവർ ഇന്ന് തന്നെ പോയി. ഞങ്ങൾ എന്തായാലും നാളെ പോകും. ഇന്ന് ദിവസം, ഇന്ന് ഞായറാഴ്ച. ഞങ്ങളെന്തായാലും നാളെ തിങ്കളാഴ്ച രാവിലെ ഇവിടുന്ന് തിരിക്കത്തുള്ളൂ. ചെളിയുള്ള സ്ഥലത്ത് ഒറ്റയ്ക്ക് കാറുകാർക്ക് മാത്രം പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. വണ്ടി തള്ളാനൊക്കെ ആളുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവരെ കൊണ്ടുവരാനായിട്ട് കുറച്ച് നേരം അങ്ങോട്ട് പോയിട്ടുണ്ട്. അവരെ നോക്കി ഞാനിങ്ങനെ നിൽക്കുക. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചൂടുള്ള സമയത്ത്, നല്ല വെയിലുള്ള സമയത്ത് വന്നാലും നമുക്കങ്ങനെ ക്ഷീണം തോന്നില്ല. നല്ല കാറ്റാണ്. അത് ഇപ്പം തന്നെ നമുക്ക് കാറ്റ് വീശുന്നത്, അതുകൊണ്ട് വലിയ ക്ഷീണം തോന്നുന്നില്ല. എന്തായാലും അച്ചൻകോവിലാറ് താഴെയാണ്. കാറിലോട്ട് പോകാൻ പറ്റിയില്ല, കാരണം നല്ല ഒഴുക്കം ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് അവിടെ കുളിക്കാനും പോകാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവിടെ കിണറിൽ വെള്ളം ഉണ്ടായതുകൊണ്ട് കിണറ്റിൽ വെള്ളം കോരിയാണ് കുളിച്ചത്. ഞങ്ങൾ കഴിഞ്ഞ വെക്കേഷൻ വന്നപ്പോൾ ഇവിടെ കിണറ്റിൽ വെള്ളമൊന്നുമില്ലായിരുന്നു. കിണറിൻ്റെ അടിത്തട്ടൊക്കെ കാണാമായിരുന്നു. അതുപോലെ അപ്പം അന്ന് ആ സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ താഴാട്ടിലായിരുന്നു കുളിച്ചിട്ടിരുന്നത്, തുണി കഴിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ മഴ സീസണൊക്കെ ആയതുകൊണ്ട് നല്ല ഒഴുക്കാണ്. അത് പിള്ളേർക്കൊന്നും അങ്ങോട്ട് പോകാനൊക്കെ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരും അങ്ങോട്ട് പോയില്ല. ഇതാണ് ക്വാർട്ടേഴ്സ്. ഇവിടെ ഇതിൻ്റെ അകത്ത് ഗ്രില്ലിട്ടിരിക്കുന്ന വലിയ ഹാള് പോലത്തെ റൂം, ഒരു ഹാള്, പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്. അലമാരി കാര്യങ്ങളൊക്കെ ഉണ്ട്, കട്ടിലും ഉണ്ട്. പിന്നെ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു ഇൻവേർട്ടറും ബാറ്ററിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേ ഓണാക്കിയിട്ടൊക്കെ ചാർജ് ആകുന്നുണ്ട്. രാത്രിയിൽ അതോ വെട്ടത്തിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കണ്ണാടി സ്പീക്കറും കിട്ടില്ല. കറണ്ടിൻ്റെ പരിപാടി എല്ലാം ഇവിടെ സോളാർ ഇരിക്കുന്ന സോളാറ്. ചോറും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കുന്നുണ്ട്. തുണിയൊക്കെ കഴിയുന്നു. മണിയമ്മ പാതിന് എന്താ വാങ്ങിയോ? തുണിയാണ്. ഇവിടെ നല്ല കാറ്റാണ്, കാണാൻ പറ്റിയ ഇന്നലെ നല്ല ക്ഷീണം ഉണ്ടായതുകൊണ്ട് രാത്രിയിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നെന്തായാലും രാത്രിയിലുള്ള വീഡിയോകൾ എടുക്കാൻ ചെയ്യും. രണ്ടുപേരാണ് ഉറങ്ങുന്നുണ്ട്. ഇവിടെ ഇരിക്കാൻ പറ്റിയ തടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പിന്നെ കാടിൻ്റെ കാഴ്ചകൾ കാണുമെങ്കിൽ അതൊക്കെ കാടിനുള്ളിലേക്ക് കയറേണ്ടി വരും. വണ്ടികളൊന്നും ഇവിടെ വെക്കുന്നത് സേഫ് അല്ല. ഇപ്പോൾ അങ്ങനെ ആനയൊന്നും ഇറങ്ങുന്ന സീസൺ അല്ലാത്തത് വലിയ കുഴപ്പമില്ല. പിന്നെ ആനശല്യമുള്ള സ്ഥലം തന്നെ നമുക്ക് കുഴപ്പമില്ലാത്ത വണ്ടിയൊക്കെ നമുക്ക് പറക്കും. അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് സേഫായിട്ട് വണ്ടി വെക്കാൻ പറ്റിയൊരു സൈറ്റുണ്ട്, അവിടെ കൊണ്ടായിരിക്കും വണ്ടിയൊക്കെ ഇടുന്നത്. നമ്മൾ സാധാരണ വരുമ്പോൾ വണ്ടിയൊക്കെ അതാണ് സേഫാക്കുന്നത്. ഈ ചേട്ടൻ്റെ വണ്ടിയാണ്, പുതിയ വണ്ടിയാണ്. പുതിയ വണ്ടി മേടിച്ചിട്ടുണ്ട്, ആദ്യത്തെ ഓഫറാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 10-25 കിലോമീറ്ററോളം കാണും അച്ചൻകോവിൽ അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ പണ്ട് ആൾക്കാർ നടന്നു പോയിക്കൊണ്ടിരുന്നതൊക്കെ ഈ വഴിയായിരുന്നു, മനപ്പാത ഇതായിരുന്നു. ഇപ്പോഴാണ് വില വണ്ടിയൊക്കെ ആയി, വണ്ടിയിലൊക്കെ പോകുന്നതും ടാറിങ്ങൊക്കെ ആയിരുന്നു. പണ്ടൊക്കെ ഇത് മണ്ണോട് പോലെ കല്ലൊക്കെ. പിന്നെന്താണ്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ അങ്ങനെ വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മടിക്കരുത്. കാരണം എപ്പോഴും ഇങ്ങനെ വീഡിയോ ഇടുന്ന ആളല്ല. ക്ലാസ്സും മറ്റു കാര്യങ്ങളുണ്ടായതുകൊണ്ട്
പിന്നെ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും ഇടുന്നില്ല. കൂടുതൽ ഈ ട്രാവൽ വീഡിയോസും ഇതുപോലുള്ള വീഡിയോസൊക്കെയാണ് ഇഷ്ടം ചെയ്യാനൊക്കെ ഉണ്ട്. എല്ലാവരും കാണുന്നവരെന്തായാലും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഈ പുറകെ കാണുന്ന ഈ പ്ലേസ് ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ കുറച്ച് നിരപ്പാടുള്ള സ്ഥലമാണ്. അവിടെ ആനത്തറ, അതായത് ആനത്തറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകൾ എപ്പോഴും വിശ്രമിക്കുന്ന സ്ഥലമൊക്കെയാണ്. എപ്പോഴും ആനകൾ ഉള്ള സ്ഥലമാണ് ആനത്തറ. അതിനാണ് ആനത്തറ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ എന്തായാലും കാണാൻ ചാൻസ് ഇല്ലായിരിക്കും. എന്തായാലും ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ മൈക്കിൻ്റെ ചാർജ് തീർന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ചാർജ് ചെയ്യണം. വേറൊരു ഇരിപ്പുണ്ട്, അത് എടുത്തുകൊണ്ട് പോകാം. യെസ് ഗേസ്, ഇപ്പം നമ്മുടെ മൈക്ക് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇൻവേർട്ടർ ഓഫ് ആകുന്നു. എനിക്കിവിടെ ലൈറ്റ് കത്തണ്ട ചാർജ് ചെയ്യുമ്പോൾ. ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലത്തേക്കൂടെ അപ്പുറത്ത് പോയെങ്കിലും മാത്രമേ നമുക്ക് ആറിലോട്ട് പോകാൻ പറ്റൂ. ഇവിടെ നിന്ന് വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കാം. ഇങ്ങനെ കാണാൻ പറ്റും. നോക്കട്ടെ, അതായത് ക്രോസ് ചെയ്യാം. ഇത് ക്രോസ് ചെയ്താണ് അപ്പുറത്തെ ആറിലോട്ട് പോകണമെങ്കിൽ ഇത് ക്രോസ് ചെയ്തേ പോകാൻ പറ്റും. താഴേക്ക് മരമൊക്കെ ഒടിഞ്ഞ് കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് മഴയ്ക്ക് ഒടിഞ്ഞ് വീണതാണ് ഈ കാണുന്നത്. കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നു. നിറച്ച് വെള്ളമുണ്ട്. നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പം വെള്ളം കുറവാണ്. അത് ഈ വെക്കേഷൻ ടൈമിലാണ്. അപ്പം അങ്ങനെ ഈ വേനൽ സമയമാണല്ലോ, അങ്ങനെ ഇടയ്ക്ക് ചെറിയ ദ്വീപ് പോലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഞങ്ങൾ ക്രിക്കറ്റ് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇതാണ്ട് ഈ കാണുന്ന പാലം, അതിങ്ങനെ വളയാൻ കാരണം ഈ മരം. അത് നമുക്ക് കാറ്റിന് കാറ്റിന് ഒരു ചെറിയ വിറകുള്ളി വീണ്, ചെറിയൊരു വിറകുള്ളി വീണ് ഇങ്ങനെ വളർന്നു ഈ പരിപാടി. എന്തായാലും എന്ത് ചെയ്യുക, അവിടെ അടുക്കളയിൽ വൈകിട്ടത്തേക്കുള്ള ഫുഡൊക്കെ ആൾക്കാർ സെറ്റാക്കുന്നുണ്ട്. ഫുഡിനൊക്കെ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ, പച്ചക്കറിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഈ ക്വാർട്ടേഴ്സിൻ്റെ മറ്റേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നില്ലേ, അതുകൊണ്ട് ഈ ബോർഡിലേക്ക് നോക്കിയാൽ മതി. കേരള വന്യജീവി വകുപ്പ് ഡിവിഷൻ, കോന്നി ഡിവിഷനാണ് ഇവിടുത്തെ ഡിവിഷൻ എന്ന് പറയുന്നത്, കോന്നിയാണ്. പിന്നെ ക്യാമ്പിംഗ് ആൻഡ് പെട്രോളിംഗ് സ്റ്റേഷൻ. ഈ സ്ഥലത്തിന് പറയുന്നത് മണ്ണാറപ്പാറ എന്നാണ്. ഉളിയനാട് എന്നും പറയും. ഇപ്പോൾ മണ്ണാറപ്പാറ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അറിയത്തുള്ളൂ. അങ്ങനെ കൊണ്ടുവിടാൻ പോയവരൊക്കെ തിരിച്ചു വന്നു. ഞങ്ങൾ അതിൻ്റെ വീണ്ടും കൂലടിക്കാൻ പോവാം. കൂലയിൽ തന്നെ ഈ ഉരുളൻകല്ല് വെച്ചാണ് ഞങ്ങൾ കൂലടിക്കുന്നത്. വെള്ളപ്പൂവ് ഗോലിയുടെ രാജകുമാരൻ തട്ടയിൽ നിന്നും വന്ന അനി നമ്പൻ ടീമുകളാണ് ഗോലി കളിക്കാൻ വരുന്നത്. അന്യ കളിയാണ്. പിടിച്ച് മാറ്റാണ്. ഇങ്ങോട്ട് കളി. ഞാൻ ലാസ്റ്റ് കളിക്കാം. ആടാ കല്ല് മാറ്റിയത്. അപ്പോൾ ഗോലികൾ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ.